ആഗമനകാലം ക്രിസ്തുവിൻ്റെ തിരുജനനം ആഘോഷിക്കാനായിട്ട് തിരുസഭ ലോകമൊക്കെയും ഒരുങ്ങുന്നതായ കാലഘട്ടത്തിൽ അത് വരവേൽക്കുന്നതായ ഒരു വലിയ അനുഭവമായിട്ടാണല്ലോ ഇന്ന് ഈ ഗാനസന്ധ്യ ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം YMCAയുടെ മറ്റൊരു പ്രോഗ്രാമിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. എന്നാൽ ഈ ക്രിസ്തുമസ് കാലയളവിൽ ആദ്യത്തെ ഒരു ക്രിസ്തുമസ് കരോൾ സർവീസാണ് ഇന്ന് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. YMCA ക്രമീകരണം ചെയ്ത് ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഒരു വരവേൽപ്പ് എന്ന രീതിയിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി ദർശിക്കാനായിട്ട് സർവവിശ്വാസികളെയും ഒരുമിപ്പിക്കുന്നതായൊരു ഘടകമായിട്ട് നിൽക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ നാം ആയിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂടുതലായ സാന്നിധ്യം അനുഭവിച്ച് ദൈവകൃപ പ്രാപിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും നയിപ്പാനും ദൈവം സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ഭൂമിയിൽ ദൈവം മനുഷ്യനായി, ഇത് ഒരു അത്ഭുതമായിട്ട് പലപ്പോഴും കാണും. എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ദൈവ സാന്നിധ്യം ഇത് അനുദിന ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും മാർഗദർശിയായിട്ട് നമ്മെ കാക്കുന്ന ദൈവ സാന്നിധ്യമാണ്. രക്ഷയുടെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമ്മെ നയിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നിങ്ങൾക്ക് ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആരാണ് ഈ ശിശു എന്നുള്ളതായ ചോദ്യം പല ഘട്ടങ്ങളിലും ഉയരുന്നതായിട്ട് നാം കാണുന്നു. ആട്ടിടേറെ ശബ്ദം കേട്ടപ്പോൾ ആശ്ചര്യത്തോടുകൂടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൂതന്മാർ നൽകുന്നതായ സന്ദേശം, നിങ്ങൾക്ക് ഒരടയാളമോ, ശീലകൾ ചുറ്റി പശുത്വത്തിൽ കിടക്കുന്നതായ ശിശുവിനെ നിങ്ങൾ കാണും. ദൈവം നമ്മോടുകൂടെ എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മിൽ ഉണർത്തുവാൻ, ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതായ വിശ്വാസത്തിൽ ജീവിക്കുവാൻ, ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു എന്ന് വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ എന്താണ് അടയാളം എന്ന് ചോദിക്കുന്നതായ സാഹചര്യത്തിൽ ശീലകൾ ചുറ്റി പശുത്വത്തിൽ കിടക്കുന്ന ഈ ശിശുവാണ് അടയാളം എന്ന് അവരെ ഓർപ്പിക്കുന്നതായ ദൈവിക ശബ്ദമാണ് അവരെ ശ്രമിച്ചത്. അടയാളങ്ങൾ അന്വേഷിക്കുന്നതായ മനുഷ്യർ, എവിടെയാണ് ദൈവം എന്നുള്ളതായ ചോദ്യം, എങ്ങനെയാണ് ദൈവത്തെ കാണേണ്ടത് എന്നുള്ളതായ ചിന്ത, ഈ ദൈവിക ഭാവം എങ്ങനെയാണ് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ അന്വേഷിക്കുന്നതായ മനുഷ്യൻ. എന്നാൽ അവിടെയെല്ലാം നമ്മുടെ മധ്യത്തിലായിരിക്കുന്നതായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതായ ചില അടയാളങ്ങൾ ഓരോ ഘട്ടത്തിൽ ദൈവം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഈ ലോകചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും
ഇനി ലോകം എങ്ങനെ എന്നുള്ളതായ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ തിന്മശക്തികളെ മാറ്റി നന്മയുടെ ഭാവം നിലനിൽക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ലോകത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തത വരുത്തുന്നതായ ചില ചെറിയ അടയാളങ്ങൾ നാം പല രംഗങ്ങളിലും കാണുന്നുണ്ട്. പലപ്പോഴും നാം അറിയാതെ പോകുന്നതായ ഒന്നായിട്ട് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്, ലോകത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്, മനുഷ്യരുടെ നന്മ കാംക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഈ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ ബോധത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓരോ ക്രിസ്തുമസും ആഘോഷിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: ക്രിസ്തുവിനെ യഥാർത്ഥമായി ദർശിക്കുവാനും ക്രിസ്തു സാന്നിധ്യം മനസ്സിലാക്കുവാനും ലോകചരിത്രത്തിൽ പ്രവർത്തിക്കുന്നതായ ദൈവത്തിൻ്റെ പ്രവർത്തനം വ്യക്തമായി ഗ്രഹിക്കാനും ദൈവം നൽകുന്ന അടയാളങ്ങൾ കാണുവാൻ ദൈവമേ ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. അതിലൂടെ ക്രിസ്തുവിനെ സാംശീകരിക്കുവാൻ, ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന എല്ലായ്പ്പോഴും ആവശ്യമാണ്.